ശ്രീ മുരളി പെരുന്നെല്ലിൽ. സർ, മണലൂർ മണ്ഡലത്തിലെ കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ പാരീസ് റോഡ് അത് റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഏകദേശം 2 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചതാണ്. ഇപ്പോൾ വാട്ടർ അതോറിറ്റിയുടെ ട്രഞ്ച് കുഴിക്കലും അതുപോലെ കേബിൾ വർക്കും ഒക്കെ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ പാരീസ് റോഡ് ഏകദേശം പൊളിഞ്ഞ് പാളീസായി കിടക്കുന്ന ഒരവസ്ഥയിലാണ് ഉള്ളത്. ആ പ്രവൃത്തി ഏറ്റെടുത്ത് അതിൻ്റെ ഡ്രെയിൻ പ്രവൃത്തി അതുപോലെ കലിങ്കിൻ്റെ നിർമ്മാണം മാത്രമാണ് ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. ഒരു 10-20% വർക്ക് മാത്രമാണ് പൂർത്തീകരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ കരാറുകാരനെ മാറ്റി അത് പുനഃക്രമീകരിക്കാനുള്ള നടപടിയെടുത്തെങ്കിലും ഇതുവരെ പ്രവൃത്തി പുനരാരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അവസ്ഥ. വളരെ ശോചാവസ്ഥയാണ് ഇത്. 10/7/2024 ഒരു ചോദ്യത്തിനും പിന്നീട് 10/7/2024 ഇതേ രൂപത്തിൽ സബ്മിഷൻ ഉന്നയിച്ചിട്ടും ഇത് പുനഃക്രമീകരിച്ച് പണി അടിയന്തരമായിട്ട് ആരംഭിക്കുമെന്ന് പറഞ്ഞില്ലെങ്കിലും നിലവിലുള്ള കരാർ റദ്ദാക്കി പ്രവൃത്തി പുനഃക്രമീകരിക്കുമെന്ന് പറഞ്ഞെങ്കിലും ഇത് നടപടികളായിട്ടില്ല. ഇതേ രീതിയിൽ സംസ്ഥാനത്ത് 8 റോഡുകൾ ഇതേ പദവിയിൽ കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് റീബിൽഡ് കേരളയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ കിട്ടിയിട്ടുള്ള മറുപടി. അപ്പോൾ അടിയന്തരം നിരവധി വാഹനങ്ങൾ പോകുന്ന യാത്രക്കാർക്ക് നിരവധി പ്രയാസം ഉണ്ടാക്കുന്ന കുന്നംകുളത്തേക്കുള്ള ഏറ്റവും ഷോർട്ട് റോഡായ ബസ്സുകളും അതുപോലെ നിരവധി വാഹനങ്ങളും കടന്നു പോകുന്ന ഈ റോഡ് അടിയന്തരമായി തന്നെ ഇതിൻ്റെ പുതിയ കൊട്ടേഷൻ നടത്തി ടെൻഡർ നടത്തി എടുക്കാൻ ആളുണ്ടായിട്ടില്ല. ഇപ്പോൾ കൊട്ടേഷനാണ് കിടക്കുന്നതെന്ന് മനസ്സിലാക്കുന്നത്. അടിയന്തരമായി ഈ പ്രവൃത്തി ആരംഭിക്കാൻ ആവശ്യമായ നടപടി എടുക്കണം എന്നുള്ളതാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്റ് വകുപ്പ് മന്ത്രിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ ക്ഷേമ വകുപ്പ് മന്ത്രി. സാർ, ജില്ലയിലെ ഒറ്റ പഞ്ചായത്തിലെ പാരീസ് റോഡിന്റെ പുനരുദ്ധാരണം അത് നേരത്തെ അദ്ദേഹം നോട്ടീസിൽ പ്രതിപക്ഷ നേതാവ് നോട്ടീസ് എടുത്തുകൊണ്ട് 1 മിനിറ്റ് കൊടുത്തുന്നുള്ളേ ഉള്ളൂ. ഇതെന്താ ആയിക്കോട്ടെ. യെസ് സാർ, തൃശ്ശൂർ ജില്ലയിലെ കണ്ടാണശ്ശേരി പഞ്ചായത്തിലെ പാരീസ് റോഡിന്റെ പുനരുദ്ധാരണം എന്ന പ്രവൃത്തിക്ക് വേണ്ടി റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1.85 കോടി രൂപയുടെ പുതുക്കിയ ഭരണാനുമതി ലഭിക്കുകയും തുടർന്ന് കരാറുകാരനായ ശ്രീ ബിബിൻ തോമസുമായി കരാർ ഉടമ്പടിയിൽ ഏർപ്പെടുകയും ചെയ്തു. പദ്ധതി സമയബന്ധിതമായി പൂർത്തീകരിക്കാത്തതിനാൽ ഈ പ്രവൃത്തി കരാറുകാരൻ്റെ നഷ്ട ഉത്തരവാദിത്തത്തിൽ 25/9/2024 തീയതിയിൽ പുനഃക്രമീകരിക്കുകയുണ്ടായി. ഈ പ്രവൃത്തി 2 തവണ ടെൻഡർ ചെയ്തിരുന്നു. കരാറുകാരൻ ആരും തന്നെ ഈ പ്രവൃത്തി ഏറ്റെടുത്തിട്ടില്ല. അതേസമയം സർക്കാർ ഉത്തരവ് തീയതി 31/12/2024 ഉത്തരവ് പ്രകാരം റീബിൽഡ് കേരള പ്രൊജക്ട് മാനേജ്മെൻറ്റിൻ്റെ യൂണിറ്റ് കാലാവധി 2025 ജൂൺ 30 അവസാനിക്കുകയാണ് സാർ. ഈ സാഹചര്യത്തിൽ മൊത്തത്തിൽ കേരളത്തിലുള്ള എല്ലാ പ്രവൃത്തികളുടെയും കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി പരിശോധിച്ചു വരികയാണ്. അത്തരം കാര്യങ്ങളൊക്കെ പരിശോധിച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ പദ്ധതിയെ സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ സാധിക്കുകയുള്ളൂ.